ഒരു ബ്രേക്കപ്പ് ഒരു മനുഷ്യനെ എങ്ങനെ എവിടെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ള ഒരു സംഭവമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. 2-3 ഷോപ്പിൻ്റെ ഓണറാണ് ഇദ്ദേഹം. അത്രയും ഭംഗിയായി ഷോപ്പ് റൺ ചെയ്തുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിന് പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പരാജയം ഉണ്ടാവുന്നതായും പിന്നീട് എന്ത് ചെയ്താലും നഷ്ടങ്ങൾ ഉണ്ടാവുന്നത് പോലെയും ഫീൽ ചെയ്യാൻ തുടങ്ങി. നന്നായി പോയിക്കൊണ്ടിരുന്ന ഷോപ്പ് 4-5 വർഷം കൊണ്ട് ഇത്രയും മോശം അവസ്ഥയിലെത്തുന്നത് അദ്ദേഹത്തിന് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വന്നു. ഒരു പ്രണയം, ആ ബ്രേക്കപ്പിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇതെല്ലാം സംഭവിക്കുന്നത്. കാരണം ആ പ്രണയവും ഈ ഷോപ്പും തമ്മിൽ അദ്ദേഹത്തിനൊരു ഭയങ്കര മെമ്മറി ഉണ്ട്. സോ ഷോപ്പ് കാണുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് അതൊക്കെ ആവാം. ഇന്ന് അദ്ദേഹം ഷോപ്പിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തു, ഞാൻ ഇത്രയൊക്കെ ആയിട്ടും ഞാൻ ഓക്കെ ആവുന്നില്ല, ഇവിടെ വന്ന് ഇങ്ങനെ ചുമ്മാ ഇരിക്കുക എന്നൊക്കെ. കുറേ കാലമായി ഷോപ്പിലെ ആളുകൾ കുറവാണ്, ആരും വരാറില്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ വിഷമത്തോടെ എനിക്ക് മെസ്സേജ് ചെയ്യാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പ്രണയിച്ചിരുന്ന പെൺകുട്ടി എന്നാണോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയത് അന്ന് മുതൽ നിങ്ങൾ അവളെ വെറുത്തതുപോലെ തന്നെ ഈ ഷോപ്പിനെ വെറുക്കാൻ തുടങ്ങി. അവൾ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ ആ ഷോപ്പിനെ സ്നേഹിച്ചിരുന്നു. അന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭംഗിയായി അത് കൊണ്ടുപോകാനും കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി എന്തുണ്ടോ, നമ്മൾ ചോര നീരാക്കി നേടിയതാണെങ്കിൽ നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യണം, സ്നേഹിക്കണം. അത് നമ്മുടെ അന്നമാണ്. അതിപ്പോൾ നമ്മുടെ വീടോ കാറോ ഷോപ്പോ വീട്ടിലെ അരിയാണെങ്കിലും നമ്മൾ എങ്ങനെ അതിനെ എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നോ അതിൽ നിന്നാണ് നമുക്ക് ഉയർച്ച ഉണ്ടാവുന്നത്. ആ പെൺകുട്ടി പോയ ശേഷം നിങ്ങൾ ആ ഷോപ്പിനെ സ്നേഹത്തോടെ ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല, ആ പൊടിയൊന്ന് വൃത്തിയോടെ തുടച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ അവിടെ സാധനങ്ങൾ നിരത്തിയിട്ടാൽ പോലും അതൊന്നും മാറ്റി വെച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കാറാണെങ്കിലും സ്നേഹത്തോടെ അതിലൊന്ന് തൊടണം. നമ്മൾ ചോര നീരാക്കി ആ കാറിൽ തൊടുമ്പോൾ ആ സ്നേഹം ആ കാറിന് ഫീൽ ചെയ്യണം. അതിന് ജീവനുണ്ടെങ്കിലും അതിന് ജീവനില്ലെങ്കിലും ആ ഫീല് നമ്മളതിന് കൊടുക്കണം. കാരണം അതൊരു റെസ്പെക്റ്റാണ്. നമ്മൾ വാങ്ങിയ കാര്യങ്ങളോട് നമ്മൾ കാണിക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. കുറേ സമയം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മറുപടി ഒന്നും കണ്ടില്ല. കുറേ കഴിഞ്ഞ് വളരെ എനർജറ്റിക് ആയിട്ട് അദ്ദേഹം എന്നെ ഒന്ന് വിളിച്ചു. ഇത്രയും തിരക്ക് ഈ കടയിൽ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നതെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഈ ഷോപ്പിനെ സ്നേഹിക്കാൻ തീരുമാനിച്ച അടുത്ത നിമിഷം മുതൽ ഇവിടെ തിരക്ക് വരുന്നത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതെന്തെങ്കിലും മാജിക് ആണോ, നിങ്ങൾ എന്താ ചെയ്തത്, നിങ്ങളുടെ ആ ഒരു വാക്ക് എങ്ങനെ ഇത്രയും മാറ്റം ഉണ്ടാക്കിയെന്നൊക്കെ എന്നോട് ചോദിച്ചു. ശരിക്കും ഇതൊരു മാജിക് ആണെന്ന് എന്നോട് ചോദിച്ചാൽ അതൊരു സ്നേഹത്തിൻ്റെ മാജിക് ആണെന്ന് ഞാൻ പറയും. ഇന്നലെ അദ്ദേഹം ഏറ്റവും സമാധാനത്തോടെ ഉറങ്ങിയൊരു ദിവസമാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മെസ്സേജിൽ എനിക്ക് ശരിക്കും അത് കാണാൻ പറ്റി. അദ്ദേഹം വളരെ സന്തോഷത്തോടെ എനിക്ക് മെസ്സേജ് ചെയ്തു.